ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി അനാലിസിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്ക് നിഫ്റ്റി ചാർട്ട് നോക്കാം. നിഫ്റ്റി അഗൈൻ ഒരു കൺസോളിഡേഷൻ ആ ഒരു സോണിൽ തന്നെയാണ്. കൺസോളിഡേഷൻ ക്യാൻഡിൽ തന്നെയാണ് ലാസ്റ്റ് ട്യൂസ്ഡേ ഉള്ള എൻഗൾഫിംഗ് ക്യാൻഡിൽ മീൻസ് ട്യൂസ്ഡേ ഉള്ള ഒരു ബിയറിഷ് ക്യാൻഡിലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇന്നലെ ഇന്നും ഓൾമോസ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണുള്ളത്. ഈ ഒരു സോണിൽ തന്നെയാണ് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നത്. നിഫ്റ്റി ഒരു ബ്രേക്ക് ഔട്ടിന് മുകളിലോട്ടുള്ള ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് വളരെ രീതിയിൽ കാണുന്നുണ്ട്. ബിക്കോസ് FIs ബൈയിങ്ങും ഉണ്ടാവുന്നുണ്ട് ഈ മാസം ഫുള്ള്. FIs ഓൾമോസ്റ്റ് ഒരു 4500 ക്രോസ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ഇത് ഓൾമോസ്റ്റ് ആഫ്റ്റർ 17 months ആണ് FIs നെറ്റ് ബയേഴ്സ് ആവുന്നത് ഒരു മന്തിൽ. സോ ഇതൊരു കണ്ടിട്ടൊരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് പോലെ തോന്നുന്നുണ്ട്. ബട്ട് നമുക്കറിയത്തില്ല, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, സോ നമുക്ക് ഇത് നോക്കാം. ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് ആയിട്ടൊരു ഹയർ സോണിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വെച്ചാണ് നിഫ്റ്റി നല്ലൊരു ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസ് എന്ന് പറയാൻ കാരണം. സോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നിഫ്റ്റിയുടെ 5 minute ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ 5 minute ചാർട്ട് നോക്കുമ്പോൾ ഓപ്പണായി ഒരു 6 കണ്ടിന്യൂസ് സെല്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് റിവേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു വോൾട്ടൈലായിരുന്നു. പിന്നെ ഇത് സോൺ ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ ഒരു 50 points താഴോട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെയും ഒരു റിവേഴ്സലായിരുന്നു. സോ ഓൾമോസ്റ്റ് ഒരു വോളട്ടൈൽ പോലെ ആയിരുന്നു. സൈഡ് വൈസ് മാർക്കറ്റ് തന്നെ ആയിരുന്നു ഇന്ന്. ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി എനിക്കൊന്ന് കുറച്ചും കൂടെ ഹൈലി ഒരു ഡീപ്പ് കറക്ഷൻ ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഒരു ഡേ ഹൈയും പിന്നെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഹൈലി വോളട്ടൈലായിരുന്നു ബാങ്ക് നിഫ്റ്റി. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കാം, സ്മോൾ ക്യാപ്പ് ഒന്ന് നോക്കാം. സ്മോൾ ക്യാപ്പ് ഒരു ഹയർ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. സോ ഇതെല്ലാം ഒരു നല്ല സൈനാണ്. മീൻസ് ഈ ഒരു ഹയർ റേഞ്ചിൽ നിൽക്കുന്നതെല്ലാം നല്ല സൈനാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് വരാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് തന്നെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പും ഒരു ഹയർ റേഞ്ചിലോട്ട് തന്നെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ഓൾ ആർ ഗുഡ് സൈൻ. നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. ഗോൾഡ് നോക്കാം. ഗോൾഡ് ഒരു റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഹയർ റേഞ്ചിലോട്ടുള്ള എക്സ്പെക്റ്റേഷൻ നമുക്ക് ഇവിടെ റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ടുള്ള സോണാണ്. നമുക്ക് 1 hour ചാർട്ട് ഒന്ന് നോക്കാം. 1 hour ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷനിലാണ്. ഒരു കൺസോൾട്ടേഷനിൽ ആവുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. ബട്ട് അതിൽ തിരിച്ചു പോയി അതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഇതൊരു കൺസോൾട്ടേഷനിലുള്ള ഈ ഒരു ഏരിയ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് എനിക്ക് മുകളിലോട്ടുള്ള ബ്രേക്ക് ഔട്ടിനുള്ള ചാൻസാണ് ഗോൾഡിൽ കാണുന്നത്. സിൽവർ ഞാൻ കുറച്ചും കൂടെ ഇന്നലൊരു ഞാൻ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഒരു ചെറിയൊരു സെല്ലിങ് കാണുന്നുണ്ട്. ഇപ്പോൾ സിൽവറൊക്കെ ഹൈലി വോളട്ടൈൽ ആവുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മീൻസ് ഹൈലി വോളട്ടൈൽ ആവുന്നുണ്ട്. ഡെയിലി 5%, 5% ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. സോ ട്രേഡിങ് വളരെ ഡിഫിക്കൽട്ടാണ് സിൽവറിൽ. നോക്കി നിങ്ങൾക്ക് 1 hour ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഒക്കെ 88 നമുക്ക് വളരെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാനും നമുക്കൊരു ടാർഗറ്റ് കിട്ടാനുള്ള ഒരു 1:2 3 ഒന്നും കിട്ടാൻ പാടാണ്. അതാണ് പ്രശ്നം. കാരണം ഇവിടെ എല്ലാം കൺസോൾട്ടേഷനാണ്. സോ സിൽവറിൽ ട്രേഡ് ചെയ്യുമ്പോൾ നോക്കി ട്രേഡ് ചെയ്യുക. നമുക്ക് ബിറ്റ്കോയിൻ നോക്കാം. ബിറ്റ്കോയിന് ഇന്നലെ ഒരു നല്ലൊരു മൊമെൻ്റോ ആയിരുന്നു. ഇവിടെ ഒരു നല്ലൊരു ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ വീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് ഒരു 5-6 വീക്കായിട്ട് വീഴുന്നുണ്ട്, നെഗറ്റീവ് ആണ്, ഒരു റിവേഴ്സിനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ബട്ട് ഇത്രയും ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്തില്ല. ഓൾമോസ്റ്റ് 6000 പോയിന്റിൻ്റെ റിവേഴ്സലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് റിവേഴ്സ് 70,000 വരെ, ഒരു 63,000 നിന്ന് 70,000 വരെ ഉള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 8-9% തന്നെ ഒരു മൂവ്മെൻറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, സോ എന്നിട്ട് ചെറിയൊരു റിവേഴ്സൽ പോലെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നത്. ഓക്കെ, സോ ഇതെല്ലാമാണ് ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി
സ്മോൾ ക്യാപ്പ് 100 മാത്രം, 100ഉം 50യും നെഗറ്റീവ് ആയിരുന്നു, ബാക്കിയുള്ളതെല്ലാം പോസിറ്റീവ് ആയിരുന്നു. ബ്രോഡർ മാർക്കറ്റ് 50 നോക്കുകയാണ് 0.06, നിഫ്റ്റി 50 0.06 അപ്പായിരുന്നു. അതിൽ TMPV, ഐഷർ മോട്ടോഴ്സ്, BEL, ശ്രീറാം ഫിനാൻസ് എല്ലാം അപ്പായിരുന്നു. ടാറ്റ കൺസ്യൂമേഴ്സ്, എറ്റേണൽ ഒരു കണ്ടിന്യൂസ് 5 days ആയിട്ട് ഫോളോയിങ് ആവുകയാണ്. എറ്റേണൽ, കോൾ ഇന്ത്യ, ട്രെൻഡ് ഇതെല്ലാം ഡൗൺ ആയിരുന്നു. നെക്സ്റ്റ് 50 നോക്കുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡ, സോളാർ ഇൻഡസ്ട്രീസ്, സൈഡസ് ലൈഫ്, JSW എനർജി ഇതെല്ലാം അപ്പായിരുന്നു. യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ഹിന്ദുസ്ഥാൻ സിങ്ക്, എൻറിൻ, വിരാജ് ഹോൾഡിംഗ് ഡൗൺ ആയിരുന്നു. നമുക്ക് മിഡ് ക്യാപ്പ് 150 നോക്കുമ്പോൾ മാൻകിൻ ഫാർമ, OFS, TI ഇന്ത്യ, ഫോർട്ടീസ് ഇതെല്ലാം അപ്പായിരുന്നു. ഫാഡ്, FACT, ഫാഡ്, ഡിക്സൺ, MRF ഡൗൺ ആയിരുന്നു. ഓക്കെ, 2.70 MRF ഡൗൺ ആയിരുന്നു. സ്മോൾ ക്യാപ്പ് 250 കൂടെ നോക്കാം. തേജസ് നെറ്റ്വർക്ക് ഇന്നൊരു അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ തേജസിൻ്റെ പുതിയൊരു 5Gൻ്റെ ഒരു ഓർഡർ കിട്ടി. തേജസ് നെറ്റ്വർക്ക് ഓൾമോസ്റ്റ് ഒരു നല്ല ഫോളാണ്. ലാസ്റ്റ് 1 year കൊണ്ട് ഒരു 60% മുകളിൽ ഫോളായ സ്റ്റോക്കാണ്. സോ അതിന്നൊരു അപ്പർ സർക്യൂട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. JK ബാങ്ക് ഒരു 7.83 അപ്പായിരുന്നു. KSB 7.67 അപ്പായിരുന്നു. ഏജിസ് ലോജിസ്റ്റിക് 4.12 ഡൗൺ ആയിരുന്നു. സജിലിറ്റി 5.26 ഡൗൺ ആയിരുന്നു. ഹോം ഫസ്റ്റ് 5.76 ഡൗൺ ആയിരുന്നു. സോ ഇതെല്ലാമാണ് ഹീറ്റ് മാപ്പ് അനാലിസിസ്. മെയിൻലി ന്യൂസ് വരുമ്പോൾ മെയിൻലി ഒരു ഫിയറി തന്നെയാണ്, IT സ്റ്റോക്സിനുള്ള ഫിയറി തന്നെയാണ് ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, FISൻ്റെ ഒരു കണ്ടിന്യൂസ് ബൈയിങ് ഉണ്ടാവുന്നുണ്ട്. ഈ മന്ത് FISലുള്ള ബൈയിങ് ഉണ്ടാകും. നമുക്കൊരു FISൻ്റെ തിരിച്ചുവരവ് പോലെ എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാർക്കറ്റ് ഒരു ബുൾ റാലിക്കുള്ളൊരു തയ്യാറെടുപ്പിലാണെന്ന്, അതാണ് ഞാൻ ചാർട്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ഒരു ബുൾ റാലിക്കുള്ള തയ്യാറെടുപ്പ് പോലെ. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ബുൾ റാലിക്കുള്ള തയ്യാറെടുപ്പാണെന്ന്. സെക്കൻഡ്ലി ഉള്ള ഒരു കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പല മ്യൂച്വൽ ഫണ്ട്സും അതിൻ്റെ സ്മോൾ ക്യാപ്പിൻ്റെ ലംസമും ഇൻവെസ്റ്റിങ്ങും ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ICC പ്രൊഡൻഷ്യലും SBI ഒക്കെ. സോ അത് ചില മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ അതും നമുക്കൊരു മാർക്കറ്റിൽ നോക്കുന്നത്, മാർക്കറ്റിലൊരു വാല്യുവേഷൻ, ഒരു ഫെയർ വാല്യുവേഷനിലോട്ട് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു നിഗമനമാണ്. കാരണം ലാസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 18-19 months ആയിട്ട് മാർക്കറ്റിൽ റിട്ടേൺ ഒന്നുമില്ല. സ്മോൾ ക്യാപ്പ് നെഗറ്റീവാണ്. നിഫ്റ്റി 50യും ചെറിയൊരു പേഴ്സൻറ്റ് നെഗറ്റീവാണ്. പക്ഷേ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പൊക്കെ നല്ലൊരു നെഗറ്റീവാണ്. സ്മോൾ ക്യാപ്പ് ഒത്തിരി നെഗറ്റീവാണ്. സോ അതുകൊണ്ടൊരു ഫെയർ വാല്യുവേഷനും പിന്നെ ഒരു ഏണിങ്സ്, ലാസ്റ്റ് സീസണിലെ ഏണിങ്സും Q3 ഏണിങ്സും നമുക്ക് ഓൾമോസ്റ്റ് 15% ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം ഒരു മാർക്കറ്റിലൊരു തിരിച്ചുവരവായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു റാലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന്, അൺലെസ് ഒരു വലിയൊരു നെഗറ്റീവ് ന്യൂസ് വരാതിരുന്നാൽ. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.